ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റായും ഈവനിങ് സ്നാക്കായും ഡിന്നറായും സെർവ് ചെയ്യാവുന്ന നല്ല കിഡിലൻ ടേസ്റ്റ് ഉള്ളൊരു യമ്മി പോളയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ പോള എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. നമ്മുടെ ഈ സൂപ്പർ പോള തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ആദ്യം നമുക്കിതിലേക്ക് ഒരു മസാല തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടി ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വലിയൊരു ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്തതും 1 കാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിലുള്ള കുരുമുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ അളവിലുള്ള ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ചധികം തന്നെ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ആയും ഈവനിങ് സ്നാക്കായും ഡിന്നറായും അതുപോലെ തന്നെ റമദാൻ മാസത്തിൽ ഇഫ്താർ ടൈമിലും സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു പോളയാണിത്. ഈ ഒരു രീതിയിൽ ഇന്നേ വരെ നിങ്ങൾ ഈ പോള തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ഇപ്പം നമ്മൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യത്തിന് ടൊമാറ്റോയും അതുപോലെ തന്നെ ക്യാപ്സിക്കവും ഒക്കെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായി നമുക്ക് മറ്റൊരു ബൗളിൽ 4 ടേബിൾ സ്പൂൺ അളവിലുള്ള മൈദ എടുക്കാം. ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഓൾറെഡി നമ്മൾ മസാലയിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 6 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ഗ്ലാസ് അളവിലുള്ള വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു വിസ്ക് വെച്ച് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ 3 ഇൻഗ്രീഡിയൻസും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് 1 മിനിറ്റ് നേരം ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ഇപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ കട്ടകളില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്ററിയിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല മുഴുവനായിട്ടും ആഡ് ചെയ്ത് കൊടുക്കാം. മസാല മുഴുവനായിട്ടും നമ്മൾ ബാറ്ററിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വലിയ ഒരു പൊട്ടാറ്റോ കുക്കറിൽ ഉപ്പ് മാത്രം ഇട്ട് നന്നായിട്ട് വേവിച്ചെടുത്ത് മാഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഈ പൊട്ടാറ്റോ മാഷ് ചെയ്തത് കൂടി ഈ ബാറ്ററിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ അളവിലുള്ള മൊസറല്ല ചീസാണ്. മൊസറല്ല ചീസ് തന്നെ വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഏത് ചീസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ചീസ് കയ്യിലില്ലെങ്കിൽ ചീസ് സ്കിപ്പ് ചെയ്യാം. ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്കൊക്കെ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാകും. ചീസ് കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പാന് ചൂടാക്കിയെടുക്കാം. പാനിൽ നമ്മൾ അല്പം ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഗീയോ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ബാറ്റർ മുഴുവനായിട്ടും ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ മുഴുവനായിട്ടും നമ്മൾ ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് കാണാനുള്ളൊരു ലുക്കിന് വേണ്ടി കുറച്ച് ക്യാപ്സിക്കം ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കാം. ഓപ്ഷണലാണ്, നിർബന്ധമില്ല. ക്യാപ്സിക്കം കൂടി അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുത്ത് ഇനി നമുക്ക് പാൻ അടച്ചു വെക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ പോള കുക്കാകാൻ വേണ്ടി വെച്ചിട്ട് ഏകദേശം ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ പോള ഇവിടെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. എങ്കിലും ഇതിൻ്റെ മുകൾ ഭാഗം ഒന്നുകൂടി കുക്കാകാൻ വേണ്ടി ഇത് നമുക്ക് മറ്റൊരു പാന് വെച്ച് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പോള നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 മിനിറ്റ് നേരം ഒന്ന് കുക്കാക്കിയാൽ മതി. അതിനുശേഷം നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ യമ്മി ടേസ്റ്റി പോള ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ.